السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. റിയാദു സ്വാലിഹീൻ 43-ാമത്തെ ബാബ്. ഈ ബാബിൽ വിവരിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത്. പരിശുദ്ധ ഖുർആന്റെയും ഹദീസും ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ ഇമാം നവവി ഉദ്ധരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ചെന്നെങ്കിൽ അത് ആ കുടുംബത്തെ ആദരിക്കലേ ബഹുമാനിക്കലേ എന്നുള്ളത് അത് നബിയെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും സമാനായിട്ടിരിക്കുക. നബിയെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അവിടുത്തെ കുടുംബത്തെ ആദരിക്കലോടുകൂടെ, അവിടുത്തെ കുടുംബത്തെ ബഹുമാനിക്കലോടുകൂടെ. ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ 2 ഹദീസ് കൊണ്ടുവന്ന് അതുപോലെ 2 ആയത്തും വിശദീകരിക്കണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ അഹ്ലു ബൈത്ത് അല്ല, ഞങ്ങൾ ഇപ്പൊ നബിയുടെ കുടുംബത്തിന് തങ്ങന്മാരും ചൊല്ല, സയ്യിദന്മാർ. തങ്ങന്മാരും ചൊന്നെങ്കിൽ തങ്ങൾ എന്ന പദപ്രയോഗം ഖുർആനിലോ ഹദീസിലോ കണ്ടില്ല. കാരണം അത് മലയാള ഭാഷയായിട്ടിരിക്കുന്നത്. മലയാള ഭാഷയിൽ തങ്ങന്മാർ നബിയുടെ കുടുംബത്തിൽ ഉപയോഗിച്ച് വന്നുള്ള ഭാഷ. ചില ആൾമാർ ചൊല്ല, ഞങ്ങൾ സൗദി പോയി അവിടെ തങ്ങന്മാരൊന്നും കാണില്ല. തങ്ങൾ എന്ന പദം അവിടെ ഇല്ല. അത് ഞങ്ങളെ റായത്തുള്ള ഒരു ഭാഷയുടെ ഒരു പദപ്രയോഗം. അങ്ങ് നബിയുടെ കുടുംബത്തിൽ ആ കുടുംബത്തിൽ ഷരീഫ് എന്ന പദപ്രയോഗാക്രമുള്ള അറബിയിൽ വേറെ പദങ്ങളും ഉണ്ടാവാം. അപ്പൊ അത് നബിയുടെ കുടുംബത്തിൽ അഹ്ലുൽ ബൈത്ത് അല്ലെങ്കിൽ ആലു ബൈത്ത് നബിയുടെ കുടുംബം അത് അല്ലാഹു തആല നബിക്ക് കൊടുത്ത ഒന്നായിട്ടിരിക്കുന്നത്. ചിലമാരുള്ള തങ്ങന്മാരുണ്ട്, അവിടെ എന്തും ഇല്ല. തങ്ങന്മാർക്ക് നബിയുടെ കുടുംബ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിലൂടെ കൂടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ തങ്ങളെ കുടുംബ പാരമ്പര്യം നിലനിൽക്കുന്നത് തങ്ങളെ മോള ഫാത്തിമ ബീവിയുടെ മോൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, അതുപോലെ ഫാത്തിമ ബീവിയുടെ മാപ്പിള അലി റളിയല്ലാഹു അൻഹു നബിയുടെ ബാപ്പയുടെ പിന്നെ മൂത്തോന്റെ മോനായിട്ടിരിക്കുന്നു, അലി ഇബ്നു അബീ താലിബ്. അപ്പോൾ അബൂ താലിബിയുടെ മോൻ അലി റളിയല്ലാഹു അൻഹു, അതുപോലെ അലി റളിയല്ലാഹുവിന്റെ സഹോദരന്റെ ജഅഫർ. അപ്പൊ ഈ കുടുംബാൻ ചൊല്ലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബാൻ ചൊല്ലത് ഇത് അല്ലാഹു തആല നബിക്ക് കൊടുത്ത ഒന്നായിട്ട്. എന്തെങ്കിൽ ഇന്നാഅതൈനാക്കൽ കൗസർ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ ചെന്നത് വലിയ കൗസർ ചെന്ന് ഒരുപാട് ഹൈർ ഉണ്ടായിട്ടിരിക്കുന്നത്. അതിൽ ഒരർത്ഥമായിട്ടിരിക്കുന്നത് വലിയൊരു കുടുംബാണ്. നബിയുടെ മോൻ ആൺകിടാവ്, നബിക്ക് ആൺമക്കൾ 3 ആയിട്ടിരിക്കുന്നത്. ചെറിയതിലെ മരിച്ചത് ഒരു ആൺകിടാവ് മരിച്ചപ്പോ ഒരു മുസ്ലിക്ക് ചെന്ന അബുത്താറുണ്ട് ചെന്നെങ്കിൽ ആൺമക്കൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആ കുടുംബം നിലനിൽക്കില്ല എന്നുള്ളത്. ബറക്കത്തില്ലാത്ത ആള് അല്ലെങ്കിൽ ബീലം മുറിഞ്ഞതുണ്ടായിട്ടിരിക്കുന്ന അബുത്തറുടെ അർത്ഥം. അപ്പൊ അല്ലാഹു തആല അത് കുത്തറായിട്ട് കൊടുത്തത് ഇന്നാഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ നിങ്ങളെ സംബന്ധിച്ച് വേണ്ടാത്ത നിങ്ങളെ അസം പുറപ്പാറ്റുള്ളൂ. അവനായിട്ടിരിക്കുന്നത് ഹൈറില്ലാത്തവൻ, ബീലം മുറിഞ്ഞവൻ, അതായത് സന്താനം ഇല്ലാത്തവൻ. അപ്പോൾ ഈ അബുത്തർ എന്ന് നബിയെ ദേഷ്യം പിടിപ്പാട്ടിയ നബിക്ക് വേണ്ടാത്തത് ചൊന്നാല് സംബന്ധിച്ചായിട്ട് അങ്ങനെ ചൊന്നു. അപ്പൊ അതില് ആ കൗസർ എന്നതിന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് വലിയ കുടുംബ എന്നുള്ളത്. അപ്പൊ നബിയുടെ കുടുംബ എന്നുള്ളത് അത് ആറായിട്ടിരിക്കുന്നത്, എങ്ങനെയായിട്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഇൻഷാ അല്ലാഹ് ഹദീസുകൾ നമുക്ക് അതവിടെ വിശദീകരിക്കാം. ആദ്യമായിട്ട് അതിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ബാബ് നോക്കാം. ബാബു ഇക്റാമി അഹ്ലി ബൈത്തി നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബയാനി ഫദ്ലിഹി. നബിയുടെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് നബിയുടെ കുടുംബത്തെ ആദരിക്കണം എന്ന ബാബും അങ്ങനെ ശ്രേഷ്ഠതയും വിവരിക്കുന്നു. വബയാനി ഫദ്ലിഹി തന്നെ അങ്ങനെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന ബാബു. അതിൽ ഫസ്റ്റ് കൊണ്ടുവന്ന ഖാല അല്ലാഹു തആല ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുൽ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. സൂറത്തുൽ അഹ്സാബിലെ അത് പിന്നെ 33-ാമത്തെ ആയത്ത്, വലിയ ആയത്തിലെ ഒരു ഭാഗമായിട്ടിരിക്കുന്നത്. അവിടെ ചൊല്ലത് എന്തെങ്കിലും ഈ ഖുർആനില് നബിയുടെ പെഞ്ഞൈമാരെ കുറിച്ച് ചൊല്ലു, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. അത് തുടക്കത്തിൽ ചൊല്ലത്.
ഓ നബിയുടെ പെഞ്ഞായിമാരെ, നിങ്ങൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. ഇനി തഖൈതുന്ന ഫലാ തഖ്ബഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ എന്നിങ്ങനെ ചൊല്ലുന്നുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ ഔത്തുറുക, നിങ്ങൾ ഒതുങ്ങി താമസിക്കണം. പിന്നെ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുന്നോളൊക്കെ ഇസ്ലാമും മുന്നോളൊക്കെ ഈ പിന്നെ പ്രത്യക്ഷപ്പെട്ടതുപോലെ പ്രത്യക്ഷപ്പെടുകയാണ്. വഅഖീംന സ്വലാ, നിസ്കാരത്തെ നിലനിർത്തണം. വആതീന സക്കാത്ത് കൊടുക്കണം. വഅതീന അല്ലാഹു വറസൂല, അല്ലാഹുവും റസൂലുവും നിങ്ങൾ ഭയപ്പെടണം, അനുസരിക്കണം. ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. അള്ളാഹു തആല ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധിയാക്കുവാനായിട്ട്. അതായിട്ട് ഈ ആയത്തിലെ ഒരു ചെറിയൊരു ഭാഗം കൂടെ കൊണ്ടുവന്ന് ഇന്നമ യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലിയുദ്ഹിബ അൻകും റിജ്സ, റിജ്സിനെ അള്ളാഹു നീക്കും. പിന്നെ നറക്ക അല്ലെങ്കിൽ റിജ്സ് നറക്കാൻ ചൊല്ലാം. അതായത് ഒരു കല പോലും നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അത് അങ്ങനെ ആ നിലക്ക് അള്ളാഹു തആല നിങ്ങളെ ശുദ്ധിയായിട്ട് നിങ്ങളെ മേലെ ആ സ്ഥാനത്ത് വെക്കുകയായിട്ട് അള്ളാഹു തആല ഇതൊക്കെ ചൊല്ലുന്നത് അഹ്ലൽ ബൈത്തി, നബിയുടെ കുടുംബത്തിലെ നബിയുടെ പെഞ്ഞൈമാർ, നബിയുടെ കുടുംബം ചൊല്ലുമ്പോഴത്തേക്കും അതിൽ ഏത് ബണ്ട് പെഞ്ഞൈമാർ ബണ്ട്, അത് അഹ്ലൽ ബൈത്ത്. വയുതഹിറകും തത്ഹീറ, നിങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നബിയുടെ കുടുംബം ചൊല്ലുന്നത് നല്ല സംശുദ്ധമായ കുടുംബമായിട്ട്, ശുദ്ധമായ കുടുംബമായിട്ട്. അതിങ്ങനെ വദ്കുർനമായ സുലാഫി ബുയൂതിക്കുന്ന, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഔദ്യോഗിച്ച് ഓതുറു. പിന്നെ മിൻ ആയാത്തില്ല വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലത്തീഫൻ ഖബീറ എന്നിങ്ങനെ ചൊല്ല്. അപ്പൊ ഇതില് ഫസ്റ്റ് വിഷയം തന്നെ യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെ അല്ല നിങ്ങൾ. നബിയുടെ പെഞ്ഞൈമാർ അങ്ങ് ഏറ്റവും വലിയ സ്ഥാനത്തായിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. അങ്ങ് ഇബാദത്തുള്ള പ്രതിഫലം അങ്ങനെ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. ഇബാദത്തിലും അങ്ങ് പ്രതിഫലം മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെയല്ല. അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠത നബിയുടെ പെഞ്ഞൈമാറുണ്ട്. അപ്പൊ ആ പെഞ്ഞൈമാരെ കുറിച്ച് അള്ളാഹു തആല ചൊന്നതാണ് നിങ്ങളെ ഞങ്ങൾ ശുദ്ധിയാക്കൂ, അഹ്ലൽ ബൈത്ത് എന്നായിട്ട് വിളിച്ചത്. അപ്പൊ നബി കുടുംബാൻ ചൊല്ലുമ്പോൾ അതിൽ നബിയുടെ പെഞ്ഞൈമാർ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കണം. രണ്ട്, അതിൽ ആറുണ്ട് അങ്ങനെ അള്ളാഹു തആല ശുദ്ധിയാക്കൂ എന്നുള്ളതാണ്. ശുദ്ധിയാക്കണമെങ്കിൽ ഒരു ബടക്ക് പോലും അങ്ങനെ ഭാഗത്തിൽ നിന്നുണ്ടാവാത്തത് പോലെ അങ്ങനെ ആ ഉന്നത സ്ഥാനത്ത് അതെ നബിയുടെ പെഞ്ഞൈമാരെ സംബന്ധിച്ച് അവിടെ കുറെ നിയമങ്ങൾ നമുക്ക് ചെന്ന് നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല എന്നുള്ളത്. وقال تعالى ومن يعظم شعائر الله فإنها من تقوى القلوب സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തേത്. ഒരുത്തൻ അള്ളാഹുടെ ഷിആറിനെ ബഹുമാനിച്ചാൽ അതവന്റെ ഖൽബിൽ നിന്നുണ്ടാവുന്ന തഖ്വയായിട്ട്. അള്ളാഹുടെ ഷിആർ ചെന്നെങ്കിൽ അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ അർത്ഥം. ഷിആറു അള്ളാഹുടെ ഷിആർ ചെന്നെങ്കിൽ അള്ളാഹു ആദരിച്ചത്, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അപ്പൊ ഈ ആയത്തോടെ എന്ത് ഇമാം നബവി കൊണ്ടുവന്നത് അള്ളാഹ് ബഹുമാനിച്ചതിൽ പെട്ടതായിട്ട് നബി കുടുംബം. അപ്പൊ നബി കുടുംബത്തെ ബഹുമാനിക്കുക എന്നുള്ളത് ഈമാനിൽ പെട്ടതായിട്ട്, അത് തഖ്വയിൽ പെട്ടതായിട്ട്. അപ്പൊ ആ എന്താണ് നബിയുടെ കുടുംബത്തെ ആദരിക്കണം. ഇൻഷാ അല്ലാഹ് ആ കുടുംബം ആറ് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് ഒരു ഹദീസ് വിശദീകരിക്കുന്നത് അതിൽ പണ്ട്. അപ്പോ ആ കുടുംബത്തെ സ്വന്തം എല്ലാ സ്വന്തങ്ങളെ കാര്യത്തെക്കാളും ആരെ ഇഷ്ടം വെക്കണം നബിയെ. അതുക്കൂ അല്ലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇങ്ങനെ മക്ക പിന്നെ ഈ മക്ക എല്ലാവരെക്കാളും എന്റെ ഇഷ്ടപ്പെട്ടത്തോടെ നിങ്ങൾ ആരും യഥാർത്ഥ മൂമിനല്ലാണ്. അപ്പൊ നബിയെ ഇഷ്ടപ്പെടുക എന്നതിന്റെ ഭാഗം തന്നെയായിട്ട് നബി കുടുംബത്തെയും സ്നേഹിക്കുക, ആദരിക്കുക എന്നുള്ളത്. അപ്പൊ അത് അള്ളാഹു തആല നമുക്ക് ആ നബിയെ ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച ഹദീസുണ്ട്. ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യത്തെ വിട്ടുപോകണ്ടേ, അത് ഗട്ടിയായി മുറുകെ പിടിച്ചോളൂ. ഒന്ന് പരിശുദ്ധ ഖുർആൻ, എന്നാണ് എൻ്റെ കുടുംബമാണ്. അപ്പൊ നബി കുടുംബം ഇപ്പൊ ഉണ്ടാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ಅದಕ್ಕೆ ഏറ്റവും വലിയ തെളിവായിട്ടിട്ട് ഇനി ചൊല്ലുപോകേണ്ട ഹദീസ് എന്തിന് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം വിട്ടുപോണ്ടേ. ഒന്ന് പരിശുദ്ധ ഖുർആൻ, രണ്ട് എൻ്റെ അഹ്ലു ബൈത്ത്. അപ്പൊ അഹ്ലു ബൈത്ത് ഞാൻ വിട്ടുപോകണ്ടെന്ന് ചൊല്ലുമ്പോൾ അതുകൂടെ ഖുർആൻ മുറുകെ പിടിക്കണം, എൻ്റെ അഹ്ലു ബൈത്തിനെയും അങ്ങനെ സ്നേഹിക്കണം, ആദരിക്കണം, അങ്ങനെ ആ പാത പിന്തുടർന്ന് ജീവിക്കണം എന്നുള്ളത്. അത് കാണാം മറ്റേ ചില ഹദീസുകളില്ല. നൂഹ് നബിയുടെ കപ്പൽ പോലെ എൻ്റെ കുടുംബമാണ്.
പിന്നെ നൂഹ് നബിയെ കപ്പലിൽ പറ്റി അങ്ങ് രക്ഷപ്പെട്ടത്, നിന്റെ കുടുംബത്തെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ചാണ് അങ്ങ് രക്ഷപ്പെട്ടത് എന്നർത്ഥം. അപ്പൊ നബി കുടുംബത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാഹു തആല അത്തരം അങ്ങനൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, ഖൈറുൽ ആലുമാരിൽ പെടുത്തട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് ഇനി ഹദീസ് ആയിട്ട് 2 ഹദീസ് ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.